നമ്മൾ പഠിക്കാതെ ഒഴിവാക്കി വിടുന്നത് എന്താണോ അത് തന്നെ തിരഞ്ഞെടുത്ത് ചോദിക്കാനുള്ള പ്രത്യേക കഴിവ് PSCക്കുണ്ട്. ഇക്കൊല്ലം പുതിയ നിയമസഭ വന്നതുകൊണ്ട് 16ാം നിയമസഭ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു പോവും. അതിലെ മന്ത്രിമാരും വകുപ്പും എല്ലാം. ഒരു ധൈര്യത്തിന് 15ഉം പഠിച്ചു. പക്ഷെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് 1ാം നിയമസഭയെക്കുറിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ളൊരു മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് 1ാം നിയമസഭ പഠിക്കാം. ചില കോഡുകൾ ഞാൻ ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട്. എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിലപ്പോൾ ഓപ്ഷനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുമായിരിക്കും. ഒപ്പം സാമ്പത്തിക നഷ്ടം ഒന്നുമില്ലാത്തൊരു കാര്യം കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 1ാം കേരള നിയമസഭ 1957 ഏപ്രിൽ 1 നിലവിൽ വന്നു. ആദ്യ മുഖ്യമന്ത്രി നമുക്കെല്ലാം അറിയാം EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. 1ാം കേരള നിയമസഭയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തതും ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിലൂടെ അംഗമായതും റോസമ്മ പുന്നൂസാണ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ സ്ഥാനം വഹിച്ചത് ശങ്കരനാരായണൻ തമ്പി. ഡെപ്യൂട്ടി സ്ഥാനം വഹിച്ചത് ഒരു വനിതയാണ് KO ഐഷബായി. ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. 1ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പട്ടം താണുപിള്ളയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി K കരുണാകരനാണ്. മന്ത്രിസഭയിൽ ആകെ 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ നിയമമന്ത്രിയും വൈദ്യുത മന്ത്രിയും BR കൃഷ്ണയ്യറാണ്. മഹാഭാരതം കഥയിൽ അർജുനന് തേര് തെളിച്ച് നിയമങ്ങൾ പറഞ്ഞു കൊടുത്തതും അർജുനന് ഊർജം പകർന്നു കൊടുത്തതും കൃഷ്ണനാണ്. ഇവിടെ നിയമം പറഞ്ഞു കൊടുക്കുക, ഊർജം അതായത് വൈദ്യുതി ഒരു ഊർജ്ജരൂപമാണ്. അപ്പം വൈദ്യുതി ഓർക്കുമ്പോൾ ഊർജ്ജരൂപം ഓർക്കുക, കൃഷ്ണനെ ഓർക്കുക, നിയമം കൃഷ്ണനെ ഓർക്കുക. സോ BR കൃഷ്ണയ്യർ നിയമം വൈദ്യുതി മന്ത്രി. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തത് KR ഗൗരിയമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വനിതയാണ് KR ഗൗരിയമ്മ. വളരെ ഗൗരവമായി കാണേണ്ട ഒരു വകുപ്പാണ് റവന്യൂ എന്ന് ചിന്തിക്കുക. ആ ഗൗരവത്തിൽ നിന്നും ഗൗരിയമ്മയെ കിട്ടും. റവന്യൂ വകുപ്പ് ഗൗരിയമ്മ. ആദ്യ ധനകാര്യ വകുപ്പ് മന്ത്രി C അച്യുതമേനോനാണ്. ഇവിടെ C അച്യുതമേനോനാണ്. ഇവിടെ C എന്ന് പറയുന്നത് കറൻസി എന്ന് ചിന്തിക്കുക. അപ്പം തന്നെ ധനകാര്യം കിട്ടും. ധനകാര്യ വകുപ്പ് മന്ത്രി C അച്യുതമേനോൻ. ആദ്യ വ്യവസായ വകുപ്പ് മന്ത്രി KP ഗോപാലൻ. ഗോക്കളെയൊക്കെ മേച്ചു നടന്നൊരു ബാലൻ ഇപ്പോൾ വ്യവസായം ചെയ്യുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഇതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന കോഡുകളാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. ഇതിന് കോഡൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആദ്യ തൊഴിൽ വകുപ്പ് ഗതാഗത വകുപ്പ് മന്ത്രി TV തോമസ്. ഓർത്തിരിക്കാനുള്ള കോഡ് TV കണ്ടിരിക്കാതെ പോയി തൊഴിൽ എന്തെങ്കിലും ചെയ്യുക. TV എന്ന് ഉദ്ദേശിക്കുന്നത് TV തോമസ് ആണ്. പോയി തൊഴിൽ ചെയ്യുക. അപ്പോൾ പോവുക എന്ന് പറയുമ്പോൾ ഗതാഗതം മനസ്സിലേക്ക് വരിക, പിന്നെ തൊഴിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ TV കണ്ടിരിക്കാതെ പോയി തൊഴിൽ ചെയ്യുക. തദ്ദേശ വകുപ്പ് മന്ത്രി ചാത്തൻ മാസ്റ്ററാണ്. ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാം. ഓരോരോ ദേശത്തും അവിടെ അതിൻ്റേതായ പ്രത്യേകതയുള്ള ചില ചാത്തൻ അല്ലെങ്കിൽ ചില ദൈവങ്ങൾ, ചില വിശ്വാസങ്ങളുണ്ടാവും. അപ്പോൾ ദേശവുമായി ബന്ധപ്പെട്ട ഓരോ ചാത്തനുണ്ടാവും. തദ്ദേശ വകുപ്പ് ചാത്തൻ മാസ്റ്റർ. ആദ്യത്തെ ആരോഗ്യമന്ത്രി AR മേനോനാണ്. മേനോനിനകത്ത് ഒരു നോണുണ്ട്. നോണും ആരോഗ്യവും ഒന്ന് കണക്ട് ചെയ്താൽ AR മേനോൻ ആരോഗ്യ വകുപ്പ്. ഭക്ഷ്യവകുപ്പ് വനം വകുപ്പ് മന്ത്രി KC ജോർജ് ആണ്. ഓർത്തിരിക്കാൻ കോഡൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TA മജീദ്.